തദ്ദേശപ്പോരിൽ തെളിയാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, LDFന് തുടർഭരണമുണ്ടോ അതോ പ്രതിപക്ഷത്തേക്കോ? 2, UDFന് ഭരണം കിട്ടുമോ അതോ പഴയ ഗതിയിൽ തന്നെ തുടരണമോ? 3, BJP നിയമസഭയിലേക്ക് എത്ര സീറ്റുമായി എത്തും 26-ൽ? അതോ വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുമോ? ഈ 3 കാര്യങ്ങളിലാണ് വ്യക്തത ഉണ്ടാകാൻ പോകുന്നത്. LDF എല്ലാ തരത്തിലും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് തുടർഭരണത്തിനായിട്ട്. UDF തിരുവനന്തപുരത്ത് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ മുന്നേ തന്നെ നടത്തി. അവരുടെ കണക്കുകൂട്ടലുകൾ അധികാരത്തിലെത്തണം എന്നുള്ള രീതിയിലാണ്. പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അതിന് അഹോരാത്രം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തദ്ദേശ പോരെന്ന് പറയുന്നത് അതൊരു സെമി ഫൈനൽ തന്നെയാണ്. സെമി ഫൈനൽ അല്ലെങ്കിൽ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. UDFനെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായി അധികാരമില്ലാതെ നിൽക്കുകയാണ്. അത് ഇനി ഒരു തവണ കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ UDF തന്നെ ശിഥിലമാകും. കോൺഗ്രസിൻ്റെ ഭാവി അവതാളത്തിലുമാകും. ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. 2026-ൽ എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. മൂന്നാമത് പറയുന്നത് BJP എത്രത്തോളം സീറ്റ് പിടിച്ചെടുക്കും. ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഈ തദ്ദേശ പോരിലൂടെയാണ്. മുൻകാലങ്ങളിലായിരുന്നു ഇതൊക്കെ പ്രാദേശികമായിരുന്നിട്ട് മാത്രം കണ്ടിരുന്ന ഒരു കാലമുണ്ട്. തദ്ദേശത്തിലേക്കും നിയമസഭയിലേക്കും പാർലമെന്റിലേക്കുമുള്ള വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമായിട്ടാണ് മുൻകാലങ്ങളിൽ കണ്ടിരുന്നത്. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നുള്ള കണക്കുകൂട്ടലിൽ അങ്ങനെ വോട്ട് ചെയ്യുന്നു. കേരളത്തിൽ ഇപ്പോഴുള്ള ഭരണം മോശമാണെങ്കിൽ UDFനെ വിജയിപ്പിക്കുന്നു. ഇത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. BJP വോട്ട് വിഹിതവും വർദ്ധിപ്പിച്ചു വന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അതിനിപ്പോൾ മാറ്റം വന്നിട്ട് തദ്ദേശമായിട്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. കാരണം കേരളത്തിനകത്തുള്ള ഗ്രാമപഞ്ചായത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ നമുക്ക് വാർത്താ മാധ്യമങ്ങളുടെ ബാഹുല്യവും സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും ഒക്കെ കാരണം ചെറു വിഷയമാണെങ്കിൽ പോലും അതൊരു വലിയ വിഷയമായിട്ട് തന്നെ ചർച്ച ചെയ്യും. അതുകൊണ്ട് പ്രാദേശികത എന്നുള്ളത് ഇല്ലാതായി വരികയാണ്. കേരളത്തിലെ ഏത് വിഷയവും ഏത് പഞ്ചായത്തിൽ നടന്നാലും അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ലോകം തന്നെ ചുരുങ്ങി ഒരു കൈക്കുമ്പിളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ, സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറും പ്രാദേശികം എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഇപ്പോൾ ശബരിമല വിഷയം തന്നെ അത് കണ്ണൂരിലുള്ള ഏത് പഞ്ചായത്തിൽ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയാണ് തിരുവനന്തപുരത്തുള്ള പഞ്ചായത്തിലും ചർച്ച ചെയ്യുന്നത്. കാരണം ശബരിമല എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഭക്തരുടെ ഒരു ഇടമാണ്. അവിടെ നടന്നിട്ടുള്ള തീവട്ടിക്കൊള്ള ഭരണത്തിന് എതിരായിട്ടുള്ളത് തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. അതുകൂടാഞ്ഞിട്ടൊരു ഭരണവിരുദ്ധ തരംഗവും കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും അത് ബാധിക്കുമെന്നുള്ളതാണ്. ഇത് BJP മുന്നിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. BJP അതിനനുസരിച്ചുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയത്. അതായത് ഒരു മണ്ഡലത്തിലെ, ഒരു നിയമസഭാ മണ്ഡലത്തിലെ പഞ്ചായത്തുകളായാലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനിലുള്ള വാർഡുകളാണെങ്കിൽ പോലും അവിടെ ആ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെ അനൗദ്യോഗികമായിട്ട് പാർട്ടി തീർച്ചപ്പെടുത്തി ആ പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്ന് പ്രവർത്തിക്കും. പിന്നെ ഓരോ പഞ്ചായത്തിനും അതിൻ്റെ ഭൂമിശാസ്ത്രവും അതിൻ്റെ കാലാവസ്ഥയും
അവിടുത്തെ കൃഷി രീതിയോ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിൽ മാർഗം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കും. ഇപ്പോൾ വയനാട് ജില്ലയിലെ ഒരു പഞ്ചായത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള പ്രത്യേകതയല്ല ആലപ്പുഴ ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ ഉള്ളതിന്. വ്യത്യസ്തമാണ്. അതിന് ഭൂമിശാസ്ത്രപരമായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ടൂറിസം സാധ്യതകൾ എടുത്തു പറയാനുണ്ട്. ആലപ്പുഴയ്ക്ക് മറ്റൊരു തരത്തിലുള്ള ടൂറിസം, കണ്ണൂർ വേറെ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ അതിനനുസരിച്ചുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കി കൊണ്ടുവരിക, ഇങ്ങനെയുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്തൊക്കെ അവർ ഇറക്കിയിരിക്കുന്ന കോർപ്പറേഷൻ കൗൺസിലർമാരെ ഇറക്കിയിരിക്കുന്ന ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതായത് ഒരു നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിവും യോഗ്യതയുമുള്ളവരെയാണ് കോർപ്പറേഷൻ കൗൺസിലറായിട്ട് നിർത്തിയിരിക്കുന്നത്. മുൻ IG ശ്രീലേഖ IPS എന്തുകൊണ്ടും ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക്, നിയമസഭ എന്നല്ല ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പോലും മത്സരിക്കാൻ സർവ്വതാ യോഗ്യയാണ്. അങ്ങനെയുള്ള അത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എന്നിട്ട് പോലും കോർപ്പറേഷൻ കൗൺസിലിലേക്കാണ് നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് അത്തരത്തിലുള്ള യാതൊരു ഈഗോ പ്രശ്നങ്ങളും വരുന്നില്ല എന്നുള്ളതാണ്. BJP തിരുവനന്തപുരത്ത് വിജയിച്ചു കഴിഞ്ഞാൽ മുൻ IG ശ്രീലേഖ തന്നെ ആയിരിക്കും തിരുവനന്തപുരത്തിൻ്റെ മേയർ എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. IG ശ്രീലേഖയെ പോലുള്ള ഒരാൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ചിത്രം തന്നെ മാറുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് പരമ്പരാഗതമായിട്ടുള്ള ചില രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള മേയർമാരെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വെറും അപക്വമായിട്ടുള്ള ഒരു പെങ്കൊച്ചാണ് വന്നിരുന്ന് 5 വർഷക്കാലം ഭരിച്ചത്. അതിന് എന്താണ് കോർപ്പറേഷൻ എന്താണ് എന്ന് പോലും വ്യക്തതയില്ലാത്ത ഒന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി തിരുവനന്തപുരത്തിന് ഒരു വലിയ പരിവേഷം കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പൈതൃക നഗരമായിട്ടുള്ള തിരുവനന്തപുരത്തിന് വേറൊരു തലത്തിലേക്ക് ഉയരേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതിയൊക്കെ നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയാണ് തിരുവനന്തപുരത്തിൻ്റെ വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം, BJP കേന്ദ്ര ഘടകം നേരിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും തൃശ്ശൂർ കോർപ്പറേഷൻ്റെയും കാര്യങ്ങൾ നേരിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ രണ്ടിടങ്ങളിലും BJPക്ക് വിജയം അത്യാവശ്യമാണ്. വിജയിച്ചേ പറ്റൂ. സുരേഷ് ഗോപി 76,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുണ്ടായ വിജയം എന്ന് പറയുന്നത് സകല പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തും അത്തരത്തിലൊരു വലിയ വിജയത്തിലേക്ക് മാറണം എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം മുഴുവൻ തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 3 MLA-മാർ അടുത്ത 26-ൽ നിയമസഭയിലേക്ക് എത്തും. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും കുറഞ്ഞത് ഒരു 3 MLA-മാരെങ്കിലും നിയമസഭയിലെത്തും. കുറഞ്ഞത് 6 പേരെങ്കിലും ഈ 2 പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും എത്തും. ബാക്കി അതുകൂടാതെ മറ്റുള്ള ഇടങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഇടങ്ങളുണ്ട്. കൂടാതെ നിരവധി മുനിസിപ്പാലിറ്റികളും നിരവധി വാർഡുകളും BJPക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കണക്ക് കൂട്ടലോടുകൂടിയുള്ള പ്രവർത്തനമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.